ഒരാൾക്ക് 10% കിഴിവ് ലഭിച്ചപ്പോൾ 22,500 രൂപയ്ക്ക് അയാൾക്ക് 25 കിലോ കൂടുതൽ ചായപ്പൊടി വാങ്ങാൻ സാധിച്ചു. എങ്കിൽ 1 കിലോ ചായപ്പൊടിക്ക് കുറച്ച വില എന്ത്? അതായത് ആദ്യം അയാൾ 22,500 രൂപയ്ക്ക് ചായപ്പൊടി വാങ്ങി. എത്രയോ ചായപ്പൊടി അയാൾ വാങ്ങിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. പിന്നെ അയാൾക്ക് എന്ത് കിട്ടി? 10% കിഴിവ് കിട്ടി. നേരത്തെ ഉള്ളതിനേക്കാൾ 10% അതിന്റെ റേറ്റ് കുറഞ്ഞു. ചായപ്പൊടിയുടെ റേറ്റ് കുറഞ്ഞു. അപ്പോഴും അയാൾ 22,500 രൂപയ്ക്ക് തന്നെയാണ് വാങ്ങുന്നത്. പക്ഷെ എന്ത് മാറ്റം ഉണ്ടാവും? നേരത്തെ വാങ്ങിയതിനേക്കാൾ കൂടുതൽ ചായപ്പൊടി അയാൾക്ക് ഈ രണ്ടാമത്തെ തവണ വാങ്ങാൻ പറ്റും. അത് എത്രയാണ് കൂടുതൽ വാങ്ങിയതെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 25 കിലോയാണ് അയാൾ കൂടുതലായിട്ട് വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ 1 കിലോയ്ക്ക് ഇത്രയും ഡാറ്റ മാത്രം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 1 കിലോ ചായപ്പൊടിക്ക് കുറച്ച വില എന്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ റേറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ കൺസംഷൻ അയാൾ വാങ്ങിയ അളവ് കൂടുന്നുണ്ട്. പ്ലസ് ആയല്ലോ. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആ റേറ്റ് വെച്ചിട്ട് R/100 - R × 100%. ഇതാണ് എത്ര കൂടുതൽ വാങ്ങി എന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ R 10 ആണ് നമുക്കറിയാം. 10/100 - 10 × 100%. അപ്പോൾ 10/90. 100 ന്ന് 10 പോയാൽ 90 × 100%. 0 വെട്ടി. അപ്പോൾ 100/9% ആണ് ഇയാൾ കൂടുതൽ വാങ്ങിയത്. അത് എത്രയാണെന്ന് നമുക്കറിയാം. അത് 25 കിലോയാണെന്ന് നമുക്കറിയാം. കൂടുതൽ വാങ്ങിയ അളവ് 25 കിലോയാണ്. അപ്പൊ ഇത് എന്തിന്റെ ശതമാനമാണ്? ആദ്യം വാങ്ങിയ എത്രയാണോ അതിന്റെ 100/9% കൂടുതൽ വാങ്ങിയത്. അപ്പൊ ആദ്യം വാങ്ങിയത് കാണാൻ നമുക്ക് ഈ 100% കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 100% കിട്ടണമെങ്കിൽ ഈ 9നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. 25 × 9. അപ്പൊ ആദ്യം വാങ്ങിയ അളവ് ഈക്വൽ ടു 9 × 25 എന്ന് പറയുമ്പോൾ 225 കിലോ. ഇയാൾ ആദ്യം വാങ്ങിയത് എത്ര കിലോയാണെന്ന് കിട്ടി? 225 കിലോ. ഇനി ഇതിനായിട്ട് ഇയാൾ ചെലവാക്കിയത് എത്രയാണെന്ന് നമുക്കറിയാം. ആദ്യം വാങ്ങിയതും രണ്ടാമത് വാങ്ങിയതും എത്രയ്ക്ക് തന്നെയാണ്? 22,500 രൂപ ചെലവാക്കി തന്നെയാണ്. അപ്പൊ 225 കിലോ വാങ്ങാൻ ഇയാൾ എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടാവും? 22,500 രൂപ ചെലവാക്കിയിട്ടുണ്ടാവും. അപ്പൊ 1 കിലോയ്ക്ക് എത്ര വിലയുണ്ടാവും? ഈ 225 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. 22,500 / 225. അപ്പൊ ആദ്യം ഇയാൾ വാങ്ങിയത് 225 കിലോയാണ്. അതിന് ഇയാൾ കൊടുത്തത് 22,500 രൂപയാണ്. അതായത് ആദ്യം വാങ്ങിയ സമയത്ത് 1 കിലോയ്ക്ക് ഇയാൾ എത്ര കൊടുത്തു? 225. 225 വെട്ടി. അതായത് 100 രൂപ കൊടുത്തു. അപ്പൊ ആദ്യത്തെ കേസിൽ ഇയാൾ എത്ര രൂപ കൊടുത്തു? 100 രൂപ കൊടുത്തു. രണ്ടാമത്തെ കേസിൽ എന്ത് സംഭവിച്ചു? റേറ്റ് 10% കുറഞ്ഞു. അപ്പൊ 100ന്റെ 10% കുറഞ്ഞു. 100ൽ നിന്ന് 100ന്റെ തന്നെ 10%. അതായത് 10 രൂപ തന്നെ കുറഞ്ഞു. 100ൽ നിന്ന് 10 രൂപ കുറഞ്ഞാൽ 90 രൂപയായിട്ട് രണ്ടാമത് മാറി. ഓക്കെ. നമ്മുടെ ചോദ്യം എന്താണ്? ചായപ്പൊടിക്ക് കുറച്ച വില എന്ത്? കുറച്ച വില ആണ് ചോദിച്ചതെങ്കിൽ 10 രൂപയാണ് കുറച്ചത്. രണ്ടാമത്തെ വിലയാണ് ചോദിച്ചതെങ്കിൽ 90 രൂപ. അപ്പൊ ആദ്യത്തെ വില 100, കുറച്ച വില 10, രണ്ടാമത്തെ വില 90. ഓക്കെ. ഇതാണ് ഇതിന്റെ ഉത്തരം.